എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ കുറച്ച് അടുക്കള ചെറിയ വിശേഷങ്ങളും വേറെ ഒരു ചെറിയൊരു സംഭവം കൂടിയാണ്. അതായത് വെറും 2 ചേരുവകൾ വെച്ചുള്ള ഒരു ഇഡ്ഡലിപ്പൊടി. ഇതിനു മുമ്പ് ഞാൻ പലതവണ ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അത് പല ചേരുവകളുണ്ടാക്കും. ധാരാളം കുരുമുളക്, വെളുത്തുള്ളി, പല ഇലവർഗ്ഗങ്ങൾ, നാരകത്തില. ഇങ്ങനെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ മഴ ഒരുവിധ ശമനം തന്നെ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും മുട്ടക്കറിയുമാണ്. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന സപ്പോർട്ടിന് ഞാൻ വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ്. ഒരിക്കൽ ഒരു സാമ്പാറാണ് ഉണ്ടാക്കിയത് ഉച്ചക്കലത്ത്. അതുകൂടാതെ കുറച്ച് നെത്തോലി മീനാണെന്ന് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാനൊരു കറി ഉണ്ടാക്കി. ഇത്ര തന്നെ ചോറിനുള്ള കറിയാണ്. പിന്നെ തൈരുമുണ്ട്. ഇതുകൂടാതെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. ഒരു ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നതാണ്. വെറും 2 ചേരുവ. അതായത് ഉഴുന്നും മുളകും മാത്രം ചേർത്ത്, കായമോ വേറെ യാതൊന്നും ചേർക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് പല ദോശപ്പൊടികൾ ഇട്ടിട്ടുണ്ട്, പല വീഡിയോയിൽ. അതിൽ ഓരോന്നിലും വേറെ വെറൈറ്റി സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. തോരമ്പരിപ്പ്, കായം, കുരുമുളക്, വെളുത്തുള്ളി, നാരകത്തില വരെ ചേർത്തിട്ട് ഞാൻ വിവിധ ദോശപ്പൊടികൾ ഉണ്ടാക്കി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഇഡ്ഡലിപ്പൊടി അഥവാ ദോശപ്പൊടി വെറും 2 ചേരുവകൾ മാത്രം കൊണ്ടാണ്. എങ്ങനെയാണ് നോക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർക്കാം. കുറച്ച് വെന്തതിന് ശേഷം ഇതിനെ നല്ലതുപോലെ ചുവന്ന് വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. 2 ചേരുവകൾ കൊണ്ടാണ്. നല്ലതുപോലെ ഞാൻ വറുത്തെടുക്കട്ടെ. നമുക്ക് മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള കല്ലുപ്പ് കൂടെ ചേർത്തു. ഞാനിവിടെ എല്ലാത്തിനും കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിനും കല്ലുപ്പ് തന്നെ ചേർത്ത്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ ആവശ്യത്തിനെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് ദോശയ്ക്കും ഇഡ്ഡലിക്കും നമ്മൾ മുറിച്ച് വെച്ച കപ്പയ്ക്കും ഒക്കെ ഉപയോഗിക്കാം. വരട്ടിക്കും ചിലപ്പോൾ ഞാൻ അപ്പത്തിനും ഉപയോഗിക്കും. ഇങ്ങനെ പൊടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് വളരെ പ്രയോജനമാണ്. അതായത് നമുക്ക് സുഖമില്ലാതിരിക്കുമ്പോഴോ പെട്ടെന്ന് 2 ദോശ ചുട്ടിട്ട് കറി അന്വേഷിക്കേണ്ട. കറണ്ട് ഇല്ലാതിരിക്കുമ്പോഴോ ചമ്മന്തി അരയ്ക്കാനോ അതിനൊന്നും കറണ്ടില്ലാതിരിക്കുമ്പോഴോ മറ്റും നമുക്ക് ദോശയ്ക്ക് ഉപയോഗിക്കാം. നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇത്രയും സമയത്തെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും പക്ഷെ തൊണ്ട വേദന, ചുമ എല്ലാം ഉണ്ട്, അസുഖങ്ങളെല്ലാം ഉണ്ട്. എല്ലാവർക്കും സുഖം തന്നെയല്ല. മഴയൊക്കെ മാറി. പിന്നെ